സല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചെല്ലുന്നത് ഖുർആനിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്വലാത്തിനെ പറ്റി വല്ലവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യം, മുഅ്മിനീങ്ങളുടെ ഇടയിൽ, സത്യവിശ്വാസികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. ആ സ്വലാത്താണ് ഇവിടെ പതിവായിക്കൊണ്ടിരിക്കുന്നത്. സ്വലാത്ത് നാം ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ടിവിയിലൊക്കെ വാർത്ത വായിക്കുന്നില്ലേ, ആ വാർത്ത കേൾക്കാന്ന് മാത്രമല്ല, ആ വാർത്ത വായിക്കുന്ന ആളുകളെ നാം ടിവിയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നാം സ്വലാത്ത് ചെല്ലുമ്പോൾ ആ സ്വലാത്ത് ചെല്ലുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു, ഈ സ്വലാത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന്. ഇതെല്ലാം വളരെ വ്യക്തമായ കാര്യം. അത്ര മഹത്തരമായ ഒരമലാണ് ഈ സ്വലാത്ത്. ഇവിടെ ഇങ്ങനെ പതിവാക്കി ഓരോ വീടുകളിലും മാറി 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 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബർക്കത്ത് ഈ നാട്ടിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. വജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ പള്ളിയിലേക്ക് കയറി വന്നു. സഹാബാക്കൾ പറയാണ്, കയറി വന്നപ്പോൾ വൽ ബുശ്റാ, സന്തോഷം അതിനെ കാണപ്പെടുന്നു ഫീ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത്. നബി ഒരു ദിവസം പള്ളിയിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കയറി വന്നപ്പോൾ മുഖത്തങ്ങ് സന്തോഷം തുളുമ്പുകയാണ്, അണപൊട്ടി ഒഴുകുകയാണ്. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താ ഇന്ന് ഇത്രയും സന്തോഷം അങ്ങേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇപ്പൊ അടുത്ത് ജിബ്രീൽ വന്നു എൻ്റെ അടുക്കൽ, അല്ലാഹുവിൽ നിന്നുള്ള വഹയുമായിട്ടാണ് വന്നത്. എന്താണ് ആ വഹി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീൽ പറയാണ്, അല്ലയോ യാ റസൂലല്ലാഹ്, അമാ തർളാ, നീ തൃപ്തിപ്പെടുന്നില്ലേ, നിങ്ങൾ അങ്ങ് തൃപ്തിപ്പെടുന്നില്ലേ, അല്ലാ യുസല്ലിയ അഹദും മിൻ ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഒരാള് അങ്ങയുടെ മേൽ സലാത്ത് ചെല്ലുകയില്ല, മറത്തൻ ഒരു പ്രാവശ്യം സലാത്ത് ചെല്ലുകയില്ല, ഇല്ലാ സല്ലൈതു ലഹു, അവനിക്ക് ഞാൻ സ്വലാത്ത് ചെല്ലുന്നു, അശ്രം 10 സ്വലാത്ത് ചെല്ലുന്നു. അങ്ങേക്ക് വേണ്ടി ആരെങ്കിലും ഒരു സ്വലാത്ത് ചെല്ലിയാൽ അവന്റെ പേർക്ക് ഞാനെന്താ 10 ഗുണം അവനിക്ക് ഞാൻ ചെയ്യും. 10 സ്വലാത്ത് ചെല്ലാതെ വെച്ചാൽ 10 ഗുണം അവനിക്ക് ഞാൻ ചെയ്യും. പോരെ തങ്ങളെ, അമാ തർള, തങ്ങൾ തൃപ്തിപ്പെടുന്നില്ലയോ യാ റസൂലല്ലാഹ്, പോരേന്ന്. വല്ലാ യുസല്ലിമ അഹദും മിൻ ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ അങ്ങയുടെ മേൽ സലാം പറയുകയില്ല, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ഒരു സലാം അങ്ങയുടെ മേൽ പറയുകയില്ല, ഇല്ലാ സല്ലംതു അലൈഹി, അവന്റെ മേൽ ഞാൻ സലാം പറഞ്ഞിട്ടൊഴിയേ ഏതല്ല 10 പ്രാവശ്യം ഞാൻ സലാം പറഞ്ഞിട്ടല്ലാതെ സലാം പറയുകയില്ല. തങ്ങൾക്ക് പോരെ, തൃപ്തിയായില്ലേ എന്ന് ചോദിക്കുകയാണ്. അത്ര അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടെ പറയും, എനിക്ക് തൃപ്തിയായി. ഒരു സലാത്ത് ചെല്ലിയാൽ, നബിയുടെ മേൽ ഒരു സലാത്ത് ചെല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സലാത്ത് ചെല്ലുമെന്ന് വെച്ചാൽ 10 ഗുണം ചെയ്യും. അതോടുകൂടെ ഒരു സലാം ചൊല്ലി കഴിഞ്ഞാൽ അവന്റെ മേൽ രക്ഷ, എല്ലാ ആപത്ത്, മുസീബത്ത്, പ്രയാസങ്ങൾ, കഷ്ടപ്പാട് ഇവകളെ തൊട്ടുള്ള സലാമത്ത് രക്ഷേ ഞാൻ കൊടുക്കും, 10 രക്ഷ കൊടുക്കും. ഒരു സലാമ പറഞ്ഞിട്ടുള്ളൂ നബിയുടെ മേൽ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ സലാം രക്ഷ അങ്ങയുടെ മേൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഞാൻ ആ ചെല്ലിയവന്റെ പേരിൽ ഞാൻ 10 സലാം ചെല്ലും. പോരെ, തങ്ങൾക്ക് തൃപ്തിയായില്ലേ? അത്ര കണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വലാത്ത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാരണം വയന്ന് പറയുന്നത് വയനാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് സ്വലാത്തിന്റെ മഹത്വം പറയാന്ന് പറയുന്നത് അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേൾക്കാൻ പോലും പ്രധാനപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഔലന്നാസി ബി, എന്നെ കൊണ്ട് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വേണ്ടപ്പെട്ട, എനിക്ക് എന്നോട് ഏറ്റവും അടുപ്പമുള്ളത്, ഇന്ന ഔലന്നാസി ബി
അക്തർഹും സ്വലാത്തൻ അലയ്യ, അവരിൽ നിന്നും പെരുത്തവരാണ്, അധികരിച്ചവരാണ്. സ്വലാത്തൻ അലയ്യ, എൻ്റെ മേൽ സ്വലാത്തിനാൽ അധികരിച്ചവരാണ്. എത്ര കണ്ട് എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നുവോ ആ സ്വലാത്ത് കൂടുന്ന അനുസരിച്ചാണ് ഞാനുമായിട്ടുള്ള ബന്ധം. എപ്പോഴും നബിയുടെ മേൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. വലിയ പ്രതിഫലമാണ്, ചെറിയ പ്രതിഫലമൊന്നുമല്ല. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സ്വലാത്ത് എൻ്റെ മേൽ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് ഞാൻ 10 കുത്തിപത്ത് ലഹു, അവന് എഴുതപ്പെടുന്നു അശ്റു ഹസനാത്തിൻ, 10 നന്മകളെയും കൂടി അവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്നു. മറ്റതിന് പുറമെ 10 സലാത്തിന് പുറമെ 10 ഹസനത്തുകളെ, നന്മകളെ അവനിക്ക് വേണ്ടി എഴുതപ്പെടുകയും ചെയ്യുന്നു. കുത്തിപ്പത്ത് അവനെ തൊട്ട് മായ്ക്കപ്പെടുന്നു. അശ്റു സയ്യാത്തിൻ, 10 തെറ്റുകൾ. നാം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് 10 തെറ്റുകളെ മായ്ക്കപ്പെടുന്നു. നന്മ തിന്മകളെ എഴുതപ്പെടുന്ന ഗ്രന്ഥത്തിൽ നിന്ന് മായ്ക്കപ്പെടുന്നു. ഒരു സലാത്ത് ചൊല്ലിയാൽ 10 തിന്മകളെ, നാം ചെയ്യുന്ന തെറ്റുകളെ മായ്ക്കപ്പെടുന്നു. അതേസമയം ഒന്ന് ചൊല്ലിയാൽ 10 വേറെ ഗുണങ്ങളെ അവന് വേണ്ടി എഴുതപ്പെടുകയും അവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുകയും ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അത്ര കണ്ട് പ്രതിഫലമുള്ള കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശ്രദ്ധിക്കുക, വെള്ളിയാഴ്ച ദിവസം ഒരു മനുഷ്യൻ 100 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, വെള്ളിയാഴ്ച ദിവസം മൻ സല്ല അലയ്യ യൗമൽ ജുമുഅത്തി 100 സലാത്ത്, അല്ലെ 100 പറഞ്ഞ 100 പ്രാവശ്യം എൻ്റെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയ വെള്ളിയാഴ്ച ദിവസമാണ്. അത് രാവാകട്ടെ പകലാകട്ടെ ചൊല്ലിക്കഴിഞ്ഞാൽ ഗുഫിറത്ത് ലഹു, അവന് വേണ്ടി പൊറുക്കപ്പെടും. ഖതീഅത്തു 80 സന, 80 കൊല്ലത്തെ പാപങ്ങളെ അവനെ തൊട്ട് പൊറുക്കപ്പെടും. 80 കൊല്ലത്തെ പാപങ്ങൾ അവനെ തൊട്ട് പൊറുക്കപ്പെടും. എത്ര സലാത്ത് ചൊല്ലിയാൽ വെള്ളിയാഴ്ച? 100 സലാത്ത് ചൊല്ലിയാൽ. മൻ സല്ല അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ യൗമൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം 100 മർറ, 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ തൊട്ട് അവനിക്ക് എന്ത് ചെയ്യും? ഗുഫിറത്ത് ലഹു, അവന് പൊറുക്കപ്പെടുന്നതാണ്. ഖതീഅത്തു 80 സന, 80 കൊല്ലത്തെ പാപങ്ങളെ അവനെ തൊട്ട് പൊറുക്കപ്പെടും. അത്ര കൂലിയാണ് 100 സലാത്ത് എന്ന് ചൊല്ലിയാല് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശ്രദ്ധിക്കുക, മൻ അലൈ മൻ സല്ല അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും, സ്ത്രീകൾക്ക് ഇത് ചെല്ലാവുന്നതേ ഉള്ളൂ, എപ്പോഴും സ്ത്രീകൾക്ക് ചെല്ലാൻ സൗകര്യമുണ്ട്, അവർക്ക് സമയമുള്ള ആളുകളാണ്. ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കണം, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ഏത് സ്വലാത്ത് ചൊല്ലിയാലും തിരക്കില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ചൊല്ലിയാലും തിരക്കില്ല. അല്ലാഹുമ്മ, നമ്മൾ സാധാരണ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം, അത് ചൊല്ലിയാലും തിരക്കില്ല. ഏതായാലും ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സല്ല അലയ്യ, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ മർറത്തൻ, ഒരു പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി, അവൻ്റെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലും. അശ്റൻ, 10 സ്വലാത്ത് ചൊല്ലും. വീണ്ടും പറയണം, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അശ്റൻ, 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാലോ അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി, അവന്റെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലും 100 മർറ, 100 പ്രാവശ്യം. 10 സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല 100 സ്വലാത്ത് അവനിക്ക് തിരിച്ചു ചൊല്ലുകയാണ്. 100 ഗുണമങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നാം അല്ലാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ഇല്ലാന്ന് വെച്ചാൽ നബിക്ക് വേണ്ടി ദുആ എടുക്കുന്നു. പടച്ചവനെ, നബിക്ക് നീ ഗുണം ചെയ്യണമേ എന്ന് നാം ആ നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു തആല ഈ സ്വലാത്ത് ചൊല്ലുന്നവനിക്ക് 100 സ്വലാത്ത്, 10 സ്വലാത്ത് ചൊല്ലിയാൽ 100 ഗുണം ചെയ്യുന്നു. വമൻ സല്ല അലയ്യ മിഅത്തൻ, എൻ്റെ മേൽ ആരെങ്കിലും 100 സ്വലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി, അല്ലാഹു തആല അവന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. അൽഫൻ, 1000 സ്വലാത്ത് ചൊല്ലിയാണ്. 100 സ്വലാത്ത് ചൊല്ലിയാൽ 1000 സ്വലാത്താണ് അല്ലാഹു തആല അവന്റെ മേൽ ചെല്ലുന്നത്. പോരെ? വമൻ സല്ല അലയ്യ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അൽഫ മർറ, 1000 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയാൽ പറയണ്ട. എന്നാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, ഹറമല്ലാഹു, അല്ലാഹു തആല ഹറാമാക്കുന്നതാണ്, ജസദഹു അവന്റെ ശരീരത്തെ ഹറാമാക്കുന്നതാണ്,
നരകത്തിന് മേൽ, പിന്നെ നരകത്തിൽ പോകത്തില്ല. 1000 സ്വലാത്ത് എൻ്റെ മേൽ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹറമല്ലാഹു ജസദഹു, അവന്റെ ശരീരത്തെ അല്ലാഹു ഹറാമാക്കും, അലന്നാരി, നരകത്തിന്റെ മേലെ ഹറാമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി നരകത്തിൽ അവൻ പോവില്ല എന്ന് മാത്രമല്ല, വസബ്ബതഹു, അവനെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുന്നതാണ്. സാബിത്തായ ഖൗൽ കൊണ്ട്, സ്ഥിരമായ ഖൗൽ കൊണ്ട്, ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സ്ഥിരമായ സാബിത്തായ ഖൗൽ കൊണ്ട് അവനെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നാണ് തൗഹീദിന്റെ വാക്കാണ്. ഈ വാക്ക് കൊണ്ട് അവനെ അല്ലാഹു സ്ഥിരപ്പെടുത്തും. ദുനിയാവിലും ആദ്യം തൗഹീദിൽ നിന്ന് മാറത്തില്ല, ആഖിറത്തിലും തൗഹീദിൽ നിന്ന് മാറത്തില്ല. ആ ഇന്ദൽ മസലത്തിൽ ചോദിക്കുന്ന നിന്റെ റബ്ബ് ആരെന്ന് ചോദിച്ചാൽ അത് അല്ലാഹു ആണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നത്. ആര് ചോദിക്കട്ടെ, ഏതുമാകട്ടെ, അവന്റെ സ്ഥാപിതായ ഖൗൽ കൊണ്ട്, ആ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് അവനെ സ്ഥിരപ്പെടുത്തുന്നു. 1000 സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ, അത് എവിടെ മാത്രമല്ല, ഇവിടെയും അതെ, ഖബറിലും അതെ, മഹ്ശറിലും അതെ, അവനോട് എന്തെൽ മസലതി എന്ത് ചോദിക്കുന്ന അവസരത്തിലെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹ ഇല്ലെന്ന് സ്ഥാപിതായ ഖൗൽ കൊണ്ട് അവനെ അല്ലാഹു തആല സ്ഥിരപ്പെടുത്തുന്നു. മാത്രവുമല്ല, വഅദ്ഖലഹുൽ ജന്ന, അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ കടത്തുകയും ചെയ്യും. വഅദ്ഖലഹുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവനെ കടത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, വജാഅത് സ്വലാത്തുഹു നൂറ, അവൻ ചൊല്ലിയ സ്വലാത്ത്, 1000 സ്വലാത്ത് ചൊല്ലിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് വരുന്നു. വജാഅത് ലഹു, അവനിക്ക് വേണ്ടി സ്വലാത്ത് വരുന്നു. നൂറൻ, നൂറായിട്ട്, പ്രകാശമായിട്ട്, ട്യൂബ് ലൈറ്റ് ആയിട്ട് വരുന്നു. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. എവിടെ? അല സിറാത്ത്, ആ സിറാത്ത് പാലത്തിന്റെ മേല് ഇരുട്ടല്ല, ആ വളരെ ദീർഘമായ വലിയൊരു പാലമാണ് സിറാത്ത് പാലം. നരകത്തിന്റെ മുകളിലാണ് ആ പാലം ഇട്ടിരിക്കുന്നത്. അത് എത്രയാണെന്ന് അറിയാമോ? മസീറത്ത് 500 കൊല്ലത്തെ വഴി ദൂരം. ഒട്ടകത്തിന്റെ മുകളിൽ സഞ്ചരിച്ചാൽ 500 കൊല്ലം കഴിയണം ആ പാലം തീരാന്. അത്ര കണ്ട് ദീർഘമായ, നമ്മളെ നീണ്ടകര പാലത്തിന്റെ അത്രയൊന്നും അല്ല പാലം, ഫറൂഖ് പാലത്തിന്റെ അത്രയുള്ള പാലമൊന്നും അല്ല ഉള്ളത്. ഇത് 500 കൊല്ലം ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്താൽ എത്ര ദീർഘമുണ്ടോ അത്ര ദീർഘമായ ഒരു പാലമാണ്. ഈ പാലം പണിതിട്ടുള്ളത് ഏതിൻ്റെ ഇതിൽ കൂടിയാണ്? നരകത്തിന്റെ മുകളിൽ കൂടിയാണ്. അതിന് കൈവരിയൊന്നുമില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് ചാടാനേ നോക്കൂ നരകത്തിൽ. അതിൽ നിന്ന് രക്ഷപ്പെട്ട അപ്പുറം ചെന്ന് കിട്ടിയാൽ രക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് ആ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നപ്പോ ആയിഷ ബീവി കരയാണ്. അല്ലയോ ആയിഷ, നീ എന്തിനാ കരയുന്നത്? നീ പൊട്ടിക്കരയുന്നല്ലോ, നിന്റെ കണ്ണുനീര് ഒഴുകുന്നല്ലോ എന്ന് ചോദിച്ചേ. ഈ നരകത്തെ പറ്റി പേടിച്ചിട്ടാണ് നബിയെ. എന്റെ ഈ സുന്ദരിയായ എന്റെ ഈ ശരീരം നരകത്തിൽ വീണു കഴിഞ്ഞാൽ എന്റെ സ്ഥിതി എന്താവും എന്ന് പേടിച്ചു കൊണ്ട് കരയാണ് എന്ന്. ആ അവസരത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല കൊള്ളാം, കരയണം. അതിന് കരഞ്ഞിട്ട് വേണം ആ തീ അണയാൻ. നീ കരയണം, പേടിച്ച് കരയണം. അല്ലാഹുവിനെ പേടിച്ച് നീ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ തീ അണഞ്ഞു പോകും, നിനക്ക് നരകത്തിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആയിഷ ബീവി ചോദിക്കുന്നു, അല്ലയോ നബിയേ, യാ റസൂലല്ലാഹ്, അങ്ങ് എന്നിന്റെ ഏത് പ്രശ്നത്തിനും അങ്ങ് കൈകാര്യം ചെയ്യുന്നല്ലോ. ആഖിറത്തില്, ആ മഹ്ശറയിലും ആഖിറത്തിലും മറ്റ് ആ സ്ഥലങ്ങളിലും എന്നെ ഒന്ന് ശ്രദ്ധിക്കുമോ തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്നെ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇവിടെ ശ്രദ്ധിക്കും പോലെ അവിടെയും ശ്രദ്ധിക്കും. പക്ഷെ 3 സ്ഥലമുണ്ട്. ആ 3 സ്ഥലത്ത് ആരും ആരെയും ശ്രദ്ധിക്കത്തില്ല. മറ്റൊരു ചിന്തയില്ല, മറ്റാളെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത ഒരവസരമുണ്ട്. 3 സ്ഥലങ്ങളുണ്ട്. അതൊന്ന് ആ 3 സ്ഥലങ്ങൾ ഏതാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആയിഷ ചോദിച്ചു, അത് ഏതാ തങ്ങളെ ഈ 3 സ്ഥലം? 3 സ്ഥലത്ത് ആരും ആരെയും ശ്രദ്ധിക്കത്തില്ല, ചിന്തിക്കാൻ ഒക്കത്തില്ല. നഫ്സി 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 എന്ന ചിന്തയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വഅബീ
യൗമ യഫിറുൽ മർഉ, മനുഷ്യൻ ഓടുന്ന ദിവസമുണ്ട്. മിൻ അബീഹി വ ഉമ്മിഹി, അവന്റെ വാപ്പയെ തൊട്ടോടുന്നു, ഉമ്മയെ തൊട്ടോടുന്നു, അവന്റെ ഭാര്യയെ തൊട്ട്, അവന്റെ സഹോദരന്മാരെ തൊട്ടോടുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ അടുക്കൽ ചെല്ലുന്ന അവസരത്തിൽ വാപ്പയുടെ അടുക്കൽ ചെല്ലുമ്പോൾ വാപ്പ തിരിഞ്ഞു നോക്കുന്നില്ല, ഉമ്മയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഉമ്മ തിരിഞ്ഞു നോക്കുന്നില്ല. സ്വന്തം ഭാര്യയുടെ അടുക്കൽ ചെന്ന്, പരിശുദ്ധ ഖുർആനാണ് ഈ പറയുന്നത്, ഭാര്യയുടെ അടുക്കൽ ചെന്നപ്പോൾ ഭാര്യ മിണ്ടുന്നില്ല, ഇവനിങ്ങനെ ഓടുകയാണ്, ഒരു രക്ഷയില്ല. ആരുടെ അടുക്കൽ ചെന്നിട്ടും ആരും മിണ്ടുന്നില്ല, വാപ്പ മിണ്ടുന്നില്ല, മക്കൾ മിണ്ടുന്നില്ല, സഹോദരൻ മിണ്ടുന്നില്ല, ഭാര്യമാരും മിണ്ടുന്നില്ല, സഹോദരിമാരും മിണ്ടുന്നില്ല. അങ്ങനത്തെ ദിവസമാണ്. അങ്ങനത്തെ ദിവസത്തിൽ 3 സമയവും അതാരും ആരെയും ശ്രദ്ധിക്കത്തില്ല. അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് നമ്മുടെ നന്മ തിന്മകളെ തൂക്കപ്പെടുന്ന സമയം, നമ്മുടെ റിസൾട്ട് എന്ന് പറയില്ലേ, എല്ലാവരെയും ആരാണ് ജയിക്കുന്നത്, ആരാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ജയിക്കുമോ, ഇതിന് വേണ്ടിയിട്ട് മെഡിസിൻ എഴുതിയതാണ്, ഞാൻ ജയിക്കുമോ എന്നുള്ള നിലയിൽ റിസൾട്ടിന്റെ ദിവസം, നന്മ തിന്മകളെ തൂക്കപ്പെടുന്ന ദിവസത്തിൽ ഒരാള് മറ്റൊരാളെ ചോക്ക് വരുത്തില്ല. ആരെങ്കിലും ഖുർആനിൽ വന്നിട്ടുണ്ട്, എന്താ അർത്ഥം? അവന്റെ തൂക്കപ്പെടുന്ന നന്മകൾ ഭാരമായാൽ, കൂടുതൽ തൂങ്ങാനുണ്ട് നന്മകൾ, നന്മ തിന്മകളെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ആ നന്മ തൂക്കിയപ്പോൾ തിന്മയേക്കാൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവൻ തൃപ്തിപ്പെടപ്പെട്ടതായ, തൃപ്തി അടഞ്ഞതായ ജീവിതത്തിലാണ്, സന്തോഷത്തിലാണ്. വളരെ ഖുർആനായി പറയുന്നത്. മറിച്ച് തൂക്കപ്പെടുന്ന നന്മകൾ വളരെ നേർന്നുപോയി, കനം കുറഞ്ഞു പോയാൽ അവന്റെ വാസസ്ഥലം ഹാവിയാണ്. ഈ ഹാവിയ എന്ന് പറഞ്ഞാൽ എന്തെന്ന് തങ്ങൾക്കറിയാമോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നാറുൻ ഹാമിയ, കരിച്ച് കളയുന്ന, ചൂടാക്കുന്ന തീയാണ്, അഗ്നിയാണ് നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാണ്. ആ ദിവസത്തിൽ അതിങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജയിക്കുമോ അറിഞ്ഞൂടാ. എന്തുകൊണ്ടാ? നമ്മുടെ ഹസനാത്താണോ കൂടുതൽ, അതല്ല സയ്യാത്താണോ കൂടുതൽ? ഹസനാത്ത് കൂടിയാൽ രക്ഷപ്പെട്ടു, സയ്യാത്ത് കൂടിയാൽ തോറ്റു. ആ ദിവസത്തിൽ ആരെയും ശ്രദ്ധിക്കത്തെ, ഓരോരുത്തരുടെ കാര്യം നഫ്സി നഫ്സി, ഞാൻ രക്ഷപ്പെടുമോ എന്ന്. മറ്റൊരു ദിവസം എന്താണ്? ആ സിറാത്ത് പാലം, ആ സിറാത്ത് പാലത്തിൽ കൂടി കയറിക്കഴിഞ്ഞാൽ എത്രയോ വിദൂരമായ യാത്ര, അതിൽ നിന്നും തെറ്റിയാൽ നേരെ നരകത്തിലേക്കാണ് ചാടുന്നത്. അങ്ങനത്തെ നരകത്തിന്റെ മുകളിൽ കൂടിയിട്ട് സിറാത്ത് പാലം, ആ പാലത്തിൽ വെച്ച് ഒരാളെയും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ ആ അവസരത്തിൽ നമ്മെ സഹായിക്കാൻ വരുന്നതാണ്, ട്യൂബ് ലൈറ്റ് ആയിട്ട് വരുന്നതാണ് സ്വലാത്ത്, നമ്മെ അപ്പുറത്ത് കടത്തും. ബഹുമാനപ്പെട്ട ജിബ്രീൽ, ഞാൻ കൂടുതൽ പറയുന്നില്ല, നീട്ടുന്നില്ല. ഇനി ഇവിടെ വലിയ വാദങ്ങൾ നടക്കാൻ പോകുന്നുണ്ട്. പിന്നെ അല്പം ദുആയുമുണ്ട്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു 3 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഞാൻ അവനെ സിറാത്ത് പാലത്തിൽ മിന്നൽ വേഗത്തിൽ ഞാൻ അപ്പുറം കടത്തും എന്ന് പറഞ്ഞാൽ സിറാത്ത് പാലത്തിൽ വിട്ട് കടത്തി കൊടുക്കാം. 10 സ്വലാത്ത് ചൊല്ലിയ ജിബ്രീൽ ആരോടാ പറയുന്നത്? നബിയോട് പറയണല്ലേ, യാ റസൂലല്ലാഹ്, തങ്ങളുടെ മേൽ ആരെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിയാൽ മിന്നൽ വേഗത്തിൽ ആ സിറാത്ത് പാലം ഞാൻ വിട്ട് കടത്തിക്കാം. മിന്നൽ വേഗം എന്ന് പറഞ്ഞാൽ മിന്നൽ കണ്ടില്ല, ഇവിടുന്ന് ഒരു നമ്മൾ ഇടിവാള് മിന്നിക്കഴിഞ്ഞാൽ ആ മിന്നൽ എത്രയോ രാജ്യങ്ങളിലാണ് അവിടെ എത്തുന്നത്, പെട്ടെന്ന് എത്തുന്നു എന്നതുപോലെ പെട്ടെന്ന് ഞാൻ കടത്തി തരാം. ബഹുമാനപ്പെട്ട അതിന്റെ അടുത്ത മലക്കാണ് ബഹുമാനപ്പെട്ട മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം കൊണ്ട് ഏൽപ്പിക്കാൻ. ഇപ്പൊ കണ്ടോ എന്തൊരു വെള്ളപ്പൊക്കം വന്നു, അത് മീകായിലിന്റെ ജോലിയാണ്. ഈ വെള്ളത്തിന്റെ എല്ലാ ഉത്തരവാദിത്വം
സർവ്വ ഉത്തരവാദിത്വം മീകായിലാണ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ ആരെങ്കിലും 10 സലാത്ത് ചൊല്ലുകയാണെങ്കിൽ അവനിക്ക് ആ മാശ്രയിൽ ഞാൻ ശ്രദ്ധിക്കുന്നു ഈ സലാത്തിന്റെ മഹത്വങ്ങൾ. അവന് മീകായിൽ പറയാണ്, ആ മാശ്രയിൽ അവനിക്ക് ഞാൻ വെള്ളം കൊടുക്കും, വെള്ളത്തിന്റെ ചുമതല എനിക്കാണ്. വെള്ളം കൊടുത്ത് ദാഹം തീരുന്നത് വരെ വെള്ളം കൊടുക്കും, പിന്നെ അവനിക്ക് ദാഹിക്കത്തില്ല. 10 സലാത്ത് ഇല്ല. കേട്ടോ, മനസ്സിലാകുന്നുണ്ട്? ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൊണ്ട് നബിയോട് പറയുന്നു, അല്ലേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ മൻ സല്ല അലൈക, തങ്ങളുടെ മേൽ ആരെങ്കിലും സലാത്ത് ചൊല്ലിയാൽ 10 സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ മാശറയിൽ വെച്ച് ഞാൻ 50,000 കൊല്ലമാണ് ആ മാശറയിൽ ജീവിക്കേണ്ടത്, നടക്കേണ്ടത്. അന്തം വിട്ട് അന്താളിച്ച് നടക്കുകയാണ്. എന്താവും എന്ന് ഓരോരുത്തരുടെ അമലനുസരിച്ചാണ് അവർക്കുള്ള സുഖവും സന്തോഷവും വരുന്നത്. ഏതുമാകട്ടെ, അങ്ങനെ അവിടെ വെച്ച് അങ്ങയുടെ മേൽ 10 സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആ സലാത്ത് ചെല്ലുന്നവന്റെ പാപങ്ങൾ മൊത്തം പൊറുക്കുന്നത് വരെയും ഞാൻ എഴുന്നേൽക്കത്തിൽ സുജൂദായിട്ട് ഞാൻ വീഴും. അള്ളാഹുവിന് സുജൂദായിട്ട് ഞാൻ വീഴും. ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ ആ 10 സലാത്ത് ചെല്ലിയവന്റെ പാപങ്ങൾ മൊത്തം പൊറുക്കണം. മൊത്തം പൊറുത്തു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എഴുന്നേൽക്കൂ എന്ന് ബഹുമാനപ്പെട്ട ആരാ പറയുന്നത്? ഇസ്രാഫീൽ. 4 മലക്കുകളാണ് പ്രധാന മലക്ക്. ജിബ്രീലും മീകായിലും ഇസ്രാഫീലും. ഇനി 4ാമത്തെ ആളാരാ? അത് അസ്രായീലാണ്. അസ്രായീലിന്റെ ജോലി എല്ലാവരെയും റൂഹിനെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാം റൂഹിനെ പിടിക്കുന്ന ആരാണ്? ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയോടൊന്ന് പറയുന്നു, അല്ലേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ മേൽ 10 സലാത്ത് ആരെങ്കിലും ചൊല്ലുകയാണെങ്കിൽ അവന്റെ റൂഹിനെ, അമ്പിയാക്കന്മാരുടെ റൂഹ് ഞാൻ എങ്ങനെയാണോ പിടിക്കുന്നത്, എത്ര ലളിതമായിട്ടാണോ അവരുടെ റൂഹ് ഞാൻ പിടിക്കുന്നത്, അതുപോലെ ലളിതമായി അവന്റെ റൂഹിനെ ഞാൻ പിടിക്കാം. ഇതാരാ പറയുന്നത്? അസ്രായീൽ അലൈഹിസ്സലാം. അത്ര കടുപ്പം വന്നോ നമ്മുടെ റൂഹിനെ പിടിക്കുന്ന അവസരത്തിൽ സക്രാത്തിൽ. അതല്ലേ നമ്മൾ അസറിന്റെ ശേഷം എപ്പോഴും ദ്വാര ഇലാഹന തൗബത്തൻ ഖബലൽ മൗത്ത്. ഇല്ല, ദ്വാരക്കുന്നുണ്ടല്ലേ, ഇലാഹന തൗബത്തൻ ഖബലൽ മൗത്ത് വറാഹത്തൻ ഇൻദൽ മൗത്ത്. എന്താ അർത്ഥം? തൗബത്തൻ ഖബലൽ മൗത്ത്, മരണത്തിന് മുമ്പ് പശ്ചാത്താപത്തെ നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ എന്ന്. ആരാ ചോദിക്കുന്നത്? എല്ലാവരും ദ്വാരക്കയാണ്. ഇലാഹന തൗബത്തൻ ഖബലൽ മൗത്ത് വറാഹത്തൻ ഇൻദൽ മൗത്ത്. മരണ നേരത്തെ ഒരു സമാധാനം, ഒരു ആശ്വാസം ഞങ്ങൾക്ക് തരണേ എന്ന്. അത്ര കടുപ്പാണ് മരണം. ആ മരണത്തിന്റെ അവസരത്തിൽ വളരെ ലളിതമായിട്ട് ഞാൻ റൂഹിനെ പിടിക്കാം. ആയതുകൊണ്ട് നമുക്ക് ഈ സ്വലാത്ത് എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കണ്ട. ഒരു തസ്ബീഹ് എപ്പോഴും കയ്യിലുണ്ടാകണം. വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കരുത്. ഈ തസ്ബീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അത്ര കടുപ്പമാണ് മരണം എന്ന് പറഞ്ഞ സക്കറാത്ത്. ആ സക്കറാത്തിന്റെ അവസരത്തിൽ വളരെ എളുപ്പമായിട്ട് 10 സലാത്ത് നബിയുടെ മേൽ ചൊല്ലിക്കഴിഞ്ഞാൽ അസ്രായീൽ പറയുന്നത്, ഞാൻ റൂഹിനെ, അമ്പിയാക്കന്മാരുടെ റൂഹ് എങ്ങനെ പിടിക്കുമോ അതുപോലെ ഞാൻ അവരുടെ റൂഹിനെ പിടിക്കാം. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഈ നിലനിർത്തണം. വയതുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുമെന്ന് പറയുന്നത്. കേട്ടോ, അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സലാത്ത് മഖബൂലാക്കി തരുമാറാകട്ടെ. ഇനിയും ഇതെങ്ങനെ എല്ലാവരും ഇതിലേക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് വന്ന് ഈ സലാത്ത് ഇതിങ്ങനെ നിലനിർത്താൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സലാത്തിനെ പറ്റിയുള്ള സംസാരം നിർത്തി ഒരു ഫാത്തിഹ ഓതി ദ്വാരക്കാൻ പോവുകയാണ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات
الثاثات في العقد من شر حاسد لا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله. ഉസ്താദ് വന്നിട്ടുണ്ട്. ഉടനെ ഈ ദുആ കഴിഞ്ഞ ഉടനെ ഇവിടെ വേളാണ്. 2 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞ 2 മണിക്കൂർ പറയും. എല്ലാവരും സദസ്സ് നിറഞ്ഞിരിക്കണം. آمين. الحمد لله رب العالمين. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اوصل مثل ثواب ما قرأناه وصليناه وذكرناه. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا وحبيبنا وشفيعنا وهادينا ومرشدنا وقرة أعيننا وحبيب قلوبنا مصطفى محمد صلى الله عليه وسلم، وإلى أرواح الشهداء البدريين والوحديين والحنينيين والخندقيين وبقية الصحابة والقرابة أجمعين رضوان الله تعالى عنهم أجمعين، ونفعنا ببركاتهم وعلومهم في الدارين. وإلى أرواح سيدنا مولانا القطب الرباني والغوث الصمداني ملاذنا السيد الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز، ونفعنا ببركاته وعلومه في الدارين. وإلى أرواح سيدنا وسندنا العارف بالله الشيخ أحمد الكبير الرفاعي قدس الله سره العزيز، ونفعنا ببركاته وعلومه في الدارين. وإلى حضرات أرواح المتصرفين والمصنفين والشارحين والمحشين والأئمة الأربعة المجتهدين ومقلديهم إلى يوم الدين رضوان الله تعالى عنهم أجمعين، ونفعنا ببركاتهم وعلومهم في الدارين. وإلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. وإلى أرواح كل ولي وولية أينما كانوا من مشارق الأرض إلى مغاربها صغيرا وكبيرا ذكرا وأنثى أجمعين. اللهم زدهم شرفا على شرفهم وكرامة على كرامتهم وفضلا على فضلهم وجاها على جاههم وبركة على بركتهم وزيادة على زيادتهم. اللهم بحقهم وبفضلهم وبشرفهم حصل جميع مرادنا وبلغ أعمالنا واقض حوائجنا وحوائج المحتاجين واشف أمراضنا وأمراض مرضانا وادفع بلياتنا يا دافع البليات. وإلى أرواح آبائنا وأمهاتنا ومشايخنا وأستاذنا وإخواننا وأخواتنا وجدنا وجداتنا وسائر أقاربنا كلهم عما إنك على كل شيء قدير. الله. وإلى حضرات من ماتوا منا خاصة اللهم اغفر لنا ولهم يا غافر المذنبين. اللهم اجعل ثواب ذلك فداء لنا وفداء لهم من عذاب القبر وفتنته ومن عذاب النار. اللهم اجعل ثواب ذلك فكاكا لنا وفكاكا لهم من عذاب القبر وفتنته ومن عذاب النار. اللهم يسر عسيرنا وسهل امورنا وفرج كروبنا واكشف همومنا وهمومنا واصلح احوالنا وصحح اجسامنا وتمم مقصودنا. اللهم تمم مقصودنا. اللهم تمم مقصودنا وحصل جميع مرادنا وبلغ أعمالنا واقض حوائجنا وحوائج المحتاجين واشف أمراضنا وأمراض مرضانا وادفع بلياتنا يا دافع البليات وأد ديوننا وطول أعمالنا مع الصحة والعافية والسلامة والفرح والسرور ووسع أرزاقنا وبارك لنا في جميع أمورنا وعافنا من جميع البلاء والبلواء الخارج من الأرض والنازل من السماء إنك على كل شيء قدير. وانصرنا على أعدائنا وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم فارج الهم كاشف الغم مجيب دعوة المضطرين رحمن الدنيا والآخرة ورحيمهما أنت ترحمنا فارحمنا برحمة تغنينا عن رحمة من سواك. اللهم سلمنا وأهلنا وأولادنا
وأزواجنا وذرياتنا وأصهارنا وتلاميذنا من آفات الدارين وذل الدارين وضيق الدارين وحيرة الدارين وارزقنا وإياهم سعادات الدارين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم بارك لنا في جميع أمورنا. اللهم بارك لنا فيما أعطيتنا، فإن لم تبارك لنا فيما أعطيتنا فمن يبارك لنا فيما أعطيتنا. اللهم بارك لنا فيما أعطيتنا كله يا أرحم الراحمين. اللهم بارك لنا في أسماعنا وأبصارنا وألسنتنا وقلوبنا وأجسادنا. اللهم بارك لنا في أفعالنا وأقوالنا وحركاتنا وسكناتنا. اللهم بارك لنا في أموالنا وأولادنا وأزواجنا وذرياتنا وأصهارنا وتلاميذنا. اللهم بارك لنا في تعلمنا وفي تعليمنا وفي تدريسنا وفي تحفيظنا وفي معاهدنا وفي علومنا. اللهم بارك لنا في تجاراتنا وفي زراعتنا وفي صناعتنا وفي معاملاتنا وفي أشغالنا وفي ديارنا وفي أبنيتنا وفي مساجدنا وفي مدارسنا وفي علومنا وفي معاهدنا وفي سائر أمورنا بركة تامة دائمة يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. റഹ്മാനായ രാജസേനായ തമ്പുരാനെ, കരുണക്കടലായ തമ്പുരാനെ, ദയാലുവായ തമ്പുരാനെ, ഇവിടെ ചെല്ലപ്പെട്ട സ്വലാത്ത് നീ മഖബൂലാക്കണേ തമ്പുരാനെ. ഇവിടെ നടക്കപ്പെടുന്ന സ്വലാത്തുകളെല്ലാം നീ മഖബൂലാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഈ പ്രവർത്തകരിൽ നിന്നും വല്ല പാപങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ കൂടിയവരുടെ എല്ലാ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപവും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. മറന്നും മനഃപൂർവ്വം ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ചെറുതും വലുതുമായ എല്ലാ പാപവും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കളുടെ റബ്ബേ, അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ വളരെയും കഷ്ടപ്പെട്ടവരാണ് റബ്ബേ. അവരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർ ചെയ്ത അമലുകളെല്ലാം നീ മഖബൂലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദന്മാർ ഞങ്ങൾക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടവരാണ് റബ്ബേ. ഞങ്ങളുടെ ഉസ്താദന്മാരുടെ പാപങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ഖബറുകളെല്ലാം നീ സ്വർഗ്ഗത്തോപ്പാക്കണേ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങൾ മരണപ്പെട്ടവരുടെയും നമ്മൾ എല്ലാവരുടെയും ആ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി നീ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദന്മാരുടെ ഖബറുകൾ നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ആ മരണാനന്തര ജീവിതം നീ സന്തോഷത്തിലായി കൊടുക്കണേ തമ്പുരാനെ. ആനന്ദത്തിലായി തരണേ കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെല്ലാം പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് കുഴയുന്നു, വിഷമിക്കുന്നു തമ്പുരാനെ. പല വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട്, ഷുഗർ കൊണ്ട്, കൊളസ്ട്രോൾ കൊണ്ട്, പ്രഷർ കൊണ്ട്, അത് പ്രകാരം തന്നെ ക്യാൻസർ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ബ്ലോക്ക് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, പല രോഗങ്ങളെ, കിഡ്നിയുടെ അസുഖം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. അവരുടെ എല്ലാ അസുഖങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഈ സലാത്തിന്റെ ഹക്ക് കൊണ്ട്, ഈ മജീസിന്റെ ഹക്ക് കൊണ്ട്, ഇവിടെ കൂടിയവരുടെ ഹക്ക് കൊണ്ട് പടച്ചവനെ, മുത്തുനബിയുടെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, കുത്തുബുകൾ, ഔസുകൾ, സ്വാലിഹ്യങ്ങൾ, മഹാന്മാരുടെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ തമ്പുരാനെ. ഈ സദസ്സിലുള്ളവർ, ഈ സദസ്സിൽ പങ്കെടുത്തവരുടെ രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, വീടുകൾ രോഗികളായിട്ട് കഴിയുന്നവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ആശുപത്രി രോഗികളായിട്ട് കഴിയുന്നവരുടെ രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇതിനുവേണ്ടി ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തകർക്ക് എല്ലാം അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായി പലതും അവർ ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെ പാവങ്ങളെല്ലാം നീ പുറത്ത് മാപ്പായി കൊടുക്കണേ തമ്പുരാനെ. അവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിഞ്ഞു തരണേ തമ്പുരാനെ. ആരെല്ലാം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, ഇതിനുവേണ്ടി ഇടപെടുന്നുണ്ടോ, അവരുടെ എല്ലാ ജീവിതത്തിൽ വരുന്നുപോയ എല്ലാത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കച്ചവടങ്ങളിൽ നീ ബർക്കത്ത് കൊടുക്കണേ, അവരുടെ തൊഴിലുകളിൽ നീ ബർക്കത്ത് കൊടുക്കണേ, അവരുടെ പ്രവർത്തനങ്ങളിൽ ബർക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ മക്കൾ, ഞങ്ങളെയും അവരെയും മക്കളെല്ലാം നീ സ്വാലിഹീങ്ങളായ മക്കളാക്കി തരണേ തമ്പുരാനെ. ദുനിയാവിൽ ഗുണം ചെയ്യുന്ന മക്കളാക്കി തരണേ തമ്പുരാനെ. ആഖിറത്തിൽ ഗുണം ചെയ്യുന്ന മക്കളാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ
റഹ്മാനായ തമ്പുരാനെ, നീ ഒരുപാട് നിഅമത്തുകൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. തീരാത്ത നിഅമത്തുകൾ, ഒരിക്കലും എണ്ണിയാൽ പോലും തീരാത്ത നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നീ ചെയ്തിട്ടുണ്ട് റബ്ബേ. അതിന് വേണ്ടുന്ന ശുക്ർ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ. നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ, മാപ്പ് ചെയ്തു തരണേ, ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, നീ ചെയ്ത നിഅമത്തുകളെല്ലാം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ചെയ്തു തന്ന എത്രയോ നിഅമത്തുകളുണ്ട്, അതിനൊന്നും വേണ്ടതുപോലെ നന്ദി ഞാൻ സാധിച്ചിട്ട് റബ്ബേ. ആ നിഅമത്തുകളെല്ലാം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അതിൽ നീ അഭിവൃദ്ധി തരണേ തമ്പുരാനെ, ബർക്കത്ത് തരണേ തമ്പുരാനെ. പടച്ചവനെ, പലരും വിധത്തിൽ വിവാഹം ചെയ്യാൻ വിവാഹപ്രായം എത്തി വീട്ടു കുഞ്ഞുങ്ങളുണ്ട് റബ്ബേ. അവർക്ക് എത്രയും വേഗം വിവാഹം പറ്റിയതായ അവർ വിവാഹം നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആ പെൺകുഞ്ഞുങ്ങൾക്ക് പറ്റിയതായ വിവാഹം നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ ആൺകുട്ടികൾ, പ്രായപൂർത്തിയായ ആൺകുട്ടികളുണ്ട്, അവർക്കും വിവാഹം അടുക്കാതെ ബുദ്ധിമുട്ടി ഇരിക്കുന്നു തമ്പുരാനെ. അവർക്കും നല്ല അനുകൂലമായ വിവാഹം അവർക്ക് നീ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവർ എത്രയോ ആളുകളുണ്ട് റബ്ബേ. ഇന്ന് ആകെ ബുദ്ധിമുട്ട്, വീടില്ലാത്ത വിഷമമാണ്, കിടന്ന് കടത്തിനെ ഉറങ്ങുന്ന എത്രയോ ആളുകളുണ്ട്. പടച്ചവനെ, എല്ലാവർക്കും ഒരു വീട് നീ കൊടുക്കണേ തമ്പുരാനെ. ചെറുതായാലും വലുതായാലും വീട് കൊടുക്കണേ തമ്പുരാനെ. വീട് പണി പൂർത്തിയാകാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. അവരുടെ എത്രയും വേഗം അവരെ വീട് പണി പൂർത്തിയായി കൊടുക്കണേ തമ്പുരാനെ. നീ കഴിവുള്ളവനാണ് തമ്പുരാനെ, നീ ചെയ്യാൻ കഴിയുന്നവനാണ് തമ്പുരാനെ. പടച്ചവനെ, അവരുടെ വീടിന്റെ പണികൾ പൂർത്തിയായി കൊടുക്കണേ തമ്പുരാനെ. കടപ്പെട്ട ആളുകൾ എത്രയോ, വളരെയധികം എത്രയോ ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. ഒരുപാട് കടം കൊണ്ട് വലഞ്ഞ് അവരുടെ കടങ്ങളെല്ലാം നീ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. പടച്ചവനെ, കടത്തിലേക്ക് ഞങ്ങളെ ആരെയും പെടുത്തല്ല റബ്ബേ, കടപ്പെടില്ല റബ്ബേ. ഇതിന്റെ മഹദഫലോട് ഞങ്ങൾ നീ കാക്കണേ തമ്പുരാനെ. ഇതിന്റെ പ്രവർത്തകരെ കാക്കണേ, ഇതിൽ സ്വലാത്തിൽ പങ്കെടുക്കുന്നവരെ കാക്കണേ. ഞങ്ങൾ എല്ലാവരെയും നീ കാക്കണേ, കടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. എല്ലാ വക പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹ്യങ്ങളാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം നല്ല പ്രവർത്തകനായി മാറ്റിത്തരണേ തമ്പുരാനെ. പടച്ചവനെ, ഈ രാത്രിയുള്ള ഈ ദുആ നീ മഖബൂലാക്കി തരണേ തമ്പുരാനെ. സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആഖിറത്തിൽ സ്വർഗ്ഗത്തിലും ഉറപ്പാക്കി തരണേ തമ്പുരാനെ. റബ്ബന ആതിനാ ഖൈറദ് ദുനിയാ വ ഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ് ദുനിയാ വ ശർറൽ ആഖിറ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി ഖാദിൽ ഹാജാത്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്സുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.